നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ആ തെളിവുമായിട്ട് തന്നെയാ വിനയൻ നടക്കുന്നത്. ഇതിനു വേണ്ടി താമസിയാതെ വിനയനെ അന്വേഷിച്ച ആളെ എത്തുകയും ചെയ്യും. വിനയ, നീ എന്തൊക്കെയാ പറയുന്നത്? അച്ഛാ, അത് തന്നെയായി പറയുന്നത്. എന്റെ ബാഗിലുണ്ട്. ആരാ ഇവിടെ ഉള്ളേ? ഈ മെഡിസിൻ ഒക്കെ വാങ്ങിക്കണം, പെട്ടെന്ന് മേടിച്ചോണ്ട് വരണേ. ശരി, ഇപ്പൊ കൊണ്ടുവരേ. വിനയ, നിന്റെ കാശുണ്ടോ? ഉണ്ടച്ചാ. കയ്യില് കുറച്ച് ചില്ലറ കാണും. അത് വെച്ച് ചീരുവിന്റെ ഡെലിവറി ചെലവ് മുഴുവൻ താനാണ് നോക്കുന്നതെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിലാച്ച അവൻ. അമ്പിളി, ആരെ നീ അങ്ങനെ കുറച്ച് കാണണ്ട. ആരുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് നമുക്കറിയില്ലല്ലോ. പക്ഷെ അവന്റെ കയ്യിലിരിപ്പിനെ കുറിച്ച് നമുക്ക് അറിയാലോ. അവന്റെ കയ്യിൽ അനുപമയെ രക്ഷിക്കാനുള്ള തെളിവുണ്ടെന്നാണോ അച്ഛൻ വിശ്വസിക്കുന്നത്? ഒന്നുമില്ലാതെ അവൻ ഇങ്ങനൊരു കള്ളം പറയൂ അമ്പിളി. ഇതുവരെ കാണാത്തൊരു ബാഗും അവന്റെ കയ്യിലുണ്ട്. ഓ പിന്നെ, തെളിവും ബാഗുമായിട്ട് നടക്കുകയല്ലേ അവൻ. അച്ഛൻ ഇവനെയൊക്കെ വീണ്ടും വിശ്വസിക്കുന്നുണ്ടല്ലോ. ഓ എന്റെ പൊന്നോ. $3610. പ്രിസ്ക്രിപ്ഷൻ ഇതിൽ വെച്ചിട്ടുണ്ട്. അതെ, ഒരു 110 രൂപയുടെ കുറവുണ്ടല്ലോ. ഞാനിത് ഹോസ്പിറ്റലിൽ കൊടുത്തിട്ട് ബാലൻസ് കൊണ്ട് തന്നാ മതിയോ? ഞാനിതിലെ മരുന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ സാറ് മേടിച്ചു. സാറ് പോയി ബാലൻസ് എടുത്തിട്ട് വായോ. അല്ല, അത് അത്യാവശ്യമുള്ളതുകൊണ്ടാ പുറത്തുനിന്ന് വാങ്ങാൻ വേണ്ടി പറഞ്ഞതേ. അപ്പോൾ ഡോക്ടർ പറഞ്ഞ മെഡിസിൻ മുഴുവൻ അവിടെ എത്തിക്കണ്ടേ? സാറ് ഈ പറഞ്ഞ സമയം കൊണ്ട് ബാക്കി കാശ് എടുത്തിട്ട് വന്നാൽ മതി. ഒരു മിനിറ്റ്. ശ്യാമേ, നിർത്ത് വണ്ടി എടുത്ത്. വിനയം നിൽക്കുന്നു. വിനയ, ഞങ്ങൾ നിന്നെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് വരികയായിരുന്നു. അല്ല, നീ മെഡിസിൻ വാങ്ങാൻ വന്നതാണോ? അതെ, പക്ഷെ കാശ് തികഞ്ഞില്ല. ഒരു 110 രൂപയുടെ കുറവുള്ളത് കൊണ്ട് അവർ തന്നില്ല. വിനയൻ ഈ മെഡിസിൻ എടുത്തോണ്ട് പോകും, കാശ് ഞങ്ങൾ കൊടുത്തോളാം. അതെ വിനയ, വാ. ചേച്ചി, ആ മെഡിസിൻ കൊടുത്തേക്ക്. ശരി, ഇത് ഇതിനകത്ത് വെച്ചിട്ടുണ്ടേ. ഇപ്പൊ കറക്റ്റ് ആയല്ലോ. ഓക്കെ. തന്നോളൂ. വിനയ, ഇന്ദിരേട്ടൻ പോലീസ് കസ്റ്റഡിയില്ല. ഇന്ദിരേട്ടൻ ഞങ്ങളോടെല്ലാം പറഞ്ഞു. വിനയൻ ഞങ്ങളുടെ കൂടെ ഒന്ന് വരണം. അല്ല, ഞാൻ ചീരു ഹോസ്പിറ്റലാ. അതൊക്കെ ഞങ്ങൾക്കറിയാം. വിനയന്റെ അമ്മയും മാമനും ഉടനെ ഇങ്ങെത്തും. ചീരുവിന്റെ കാര്യം നോക്കാൻ ഇവിടെ എല്ലാവരും ഉണ്ടാവും. വിനയ, അല്ല, അനുവടുത്തിയെ രക്ഷിക്കാൻ നീ ഞങ്ങളുടെ കൂടെ വരണം, പ്ലീസ്. വിനയൻ ആദ്യം മരുന്ന് അവിടെ എത്തിക്കും. ഞങ്ങൾ ഹോസ്പിറ്റലിന് പുറത്ത് വെയിറ്റ് ചെയ്യാം. ശരി, ഞാനിത് കൊണ്ടുപോയി കൊടുത്തിട്ട് സ്ഥിതി എന്താണെന്ന് നോക്കിയിട്ട് വരാം. ശരി ശരി. മണിച്ചേട്ടാ, നീ എന്താ ഇവിടെ? വൈഫ് ഡെലിവറിക്ക് വന്നതാ. ശരി. ചീരുവിന് ഇപ്പോഴും ഡെലിവറി എടുത്തതിന്റെ പെയിൻ അല്ല, വേറെ ചില പ്രശ്നങ്ങളുണ്ട്. എന്താ ഡോക്ടറെ? അങ്ങനെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് ഇനി നോർമൽ ഡെലിവറിക്ക് വെയിറ്റ് ചെയ്യാതെ സിസേറിയൻ നടത്തി കുഞ്ഞിനെ എടുക്കുന്നതായിരിക്കും നല്ലതെന്ന്. അതൊക്കെ ഡോക്ടർ തീരുമാനിച്ചോളൂ.
എനിക്ക് എന്റെ മോളെയും അവളുടെ കുഞ്ഞിനെയും അപകടങ്ങളൊന്നുമില്ലാതെ തന്നാ മാത്രം മതി. ശരി, മെഡിസിൻ കൊടുത്ത് നോക്കട്ടെ. ശരി. എന്നിട്ട് നമുക്ക് ഡോക്ടർ, തീരുമാനിക്കാം. ദാ മെഡിസിൻ. ഓക്കെ, അല്ല ഡോക്ടർ, ചീരു ഞാനെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. അച്ഛാ, ഡോക്ടർ എന്താ പറഞ്ഞേ? ചീരുവിന് ചെറിയെന്തോ പ്രശ്നമുണ്ട് വിനയ. സിസേറിയനായിരിക്കും നല്ലതെന്നാ ഡോക്ടർ പറഞ്ഞത്. സിസേറിയനോ? ആ അതെ. അതെന്തിനാ അച്ഛാ? ചീരുവിന് ആദ്യത്തേത് നോർമൽ ഡെലിവറി ആയിരുന്നല്ലോ. അതുകൊണ്ട് എന്താ രണ്ടാമത്തത് സിസേറിയൻ ആയിക്കൂടെന്നില്ലല്ലോ. ഇപ്പൊ റിസ്കും പെയിനും ഒക്കെ കുറവ് സിസേറിയനല്ല. പെണ്ണുങ്ങൾ വേദന അറിഞ്ഞ് തന്നെ പ്രസവിക്കണം അമ്പിളി ചേച്ചി. ആ റിസ്ക് നമുക്കങ്ങ് ഏറ്റെടുക്കാം. അതല്ല വിനയ, ഡോക്ടർ പറയുന്നത് നമ്മൾ മുഖവിലേക്ക് എടുക്കണ്ടേ? ഡോക്ടർമാര് സിസേറിയനെ പറയൂ അച്ഛാ. അവർക്ക് ജോലിക്കുറവും ലാഭം കൂടുതൽ കിട്ടുന്നു അതിലാ. പ്രൈവറ്റ് ഹോസ്പിറ്റലല്ലേ? ഒരു ഡെലിവറി കഴിഞ്ഞ് പോകുമ്പോ 2-3 ലക്ഷം രൂപ അവരുടെ കയ്യിൽ വരാനുള്ള പദ്ധതി ഏതൊക്കെ? കാശിന്റെ കാര്യം ഓർത്ത് വിനയൻ ടെൻഷൻ ആവണ്ട, അത് അച്ഛൻ കൊടുത്തോളും. ഞങ്ങൾക്ക് കാശിനേക്കാൾ വലുതേ ചീരും അവളുടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞും. കാശുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ അമ്പിളി ചേച്ചി. എന്റെ ഭാര്യക്കും കുഞ്ഞിനും വേണ്ടി ചെലവാക്കാനുള്ള പണം ദൈവം സഹായിച്ച് ഇന്ന് എന്റെ കയ്യിലോട്ട് വരും. ഓ, എടാ വിനയ, കാശ് പോകുന്നത് ഓർത്തിട്ടല്ല അച്ഛാ. ചീരുവിന്റെ അത് നോർമൽ ഡെലിവറി ആയിരിക്കണം എന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമാ. ചീരുവിന് ജനിക്കാൻ പോകുന്ന ഒരു ആൺകുഞ്ഞായതുകൊണ്ട് അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകളൊക്കെ അവൾക്കുണ്ടാവും. അത് സഹിച്ചാലും അവൻ ജനിക്കേണ്ട സമയത്ത് തന്നെ ജനിക്കുമല്ലോ. അല്ലാതെ ഒരു ഡോക്ടറുടെ സൗകര്യത്തിന് കത്തിവെച്ച് എന്റെ കുഞ്ഞിന്റെ ജന്മസമയം മാറ്റാൻ ഞാൻ തയ്യാറല്ല. അവന്റെ അഹങ്കാരം കണ്ടില്ലേ അച്ഛാ? ഇതൊക്കെ തീരുമാനിക്കാൻ അവൻ എന്ത് അധികാരമുള്ളത്? അവൻ സമ്മതിച്ചില്ലെങ്കിൽ ചീരുവിന്റെ സിസേറിയൻ നടത്തരുതെന്നാണോ അച്ഛൻ പറയുന്നത്? ഇക്കാര്യത്തിൽ തീരുമാനം എന്റേതോ അവന്റേതോ ഒന്നുമല്ല. ഡോക്ടർമാരെന്ത് തീരുമാനിക്കുന്നു അത് അവര് പറയും, അതേ നടക്കും. മോനെ, എന്തായി? ചീരു പ്രസവിച്ചോടാ? ഇല്ലമ്മേ, പ്രസവം ഇതുവരെ നടന്നില്ല. ഡോക്ടർ ഇപ്പോ സിസേറിയൻ വേണ്ടി വരുന്നൊക്കെയാ പറയുന്നത്. അയ്യോ, ആദ്യത്തേത് നോർമൽ ഡെലിവറി ആയിരുന്നല്ലോ, അതും 2 മക്കളെ. അതെ, ഇത് നോർമൽ ഡെലിവറി തന്നെ മതി. ഈ ഹോസ്പിറ്റലുകാര് സിസേറിയനെ നിർബന്ധിക്കും. അവർക്ക് കാശല്ലേ വേണ്ടത്, നമ്മൾ സമ്മതിക്കരുത്. അതെങ്ങനെയാ വിനയ? ഡോക്ടർ സിസേറിയൻ നടത്തിയേ പറ്റൂന്ന് പറഞ്ഞാ നമുക്ക് വേണ്ടെന്ന് പറയാൻ പറ്റുമോ? അത് പറ്റില്ല വിനയ. ഒരു ഗർഭിണിയുടെ കാര്യത്തില് അങ്ങനെയുള്ള ഒരു പരീക്ഷണത്തിന് നിൽക്കരുത്. ഡോക്ടർ അങ്ങനെ വല്ലതും പറഞ്ഞോ?